ഭീകര കേന്ദ്രങ്ങൾ, ഓരോ ഭീകര കേന്ദ്രങ്ങളും എന്തിനൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് എന്നതിനൊപ്പം തന്നെ അവിടെ നടത്തിയിരുന്ന ട്രെയിനിങ് അത് പാക് സൈന്യത്തിന്റെ നേരിട്ടുള്ള ട്രെയിനിങ് ആണ് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കും ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു പ്രൊവൈഡിംഗ് ലോജിസ്റ്റിക്സ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷണൽ ബേസസ് ടു ടെറർ ഔട്ട്ഫിറ്റ്സ്, പാകിസ്ഥാൻ ആർമി ഈസ് സ്ട്രാറ്റജിക്കലി ഫെസിലിറ്റേറ്റിംഗ് ട്രെയിനിങ് ഓഫ് ടെററിസ്റ്റ്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഇവർക്ക് പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പ് SSG കൊടുത്തിരുന്ന ഗറില്ല വാർഫെയറിലടക്കമുള്ള പരിശീലനം, ആ പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങൾ, ഈ 9 തകർത്ത കേന്ദ്രങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഇപ്പോൾ നമ്മുടെ സൈന്യം വ്യക്തമാക്കുകയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ പാകിസ്ഥാനിലെ ടെറർ ഫെസിലിറ്റീസ്, നമ്മൾ പറയും വൈദ്യസഹായത്തിനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ കൂടുതലായി ഓരോ രാജ്യത്തിനും ആവശ്യം വരിക എന്ന്. പക്ഷേ പാകിസ്ഥാൻ ഏറ്റവും കൂടുതലുള്ളത് ടെറർ ഫെസിലിറ്റീസ് ആണ്. അതായത് ഒരു ഫെസിലിറ്റേറ്ററായി എങ്ങനെയാണ് ടെററിസത്തിന് പാകിസ്ഥാൻ അവിടെ സ്ഥലവും സൗകര്യവും പരിശീലനവും നൽകിക്കൊണ്ടിരിക്കുന്നത്, അതിൽ പാക് സൈന്യം തന്നെ നേരിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു തരത്തിലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ടുള്ള ഒരു മറുപടിയല്ലേ ഇന്ത്യ ഇപ്പോൾ നൽകുന്നത്? ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ സുജയ്, 1971 അവസാനമായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുന്നത്. പിന്നെ 99 കാർഗിൽ എന്ന് പറഞ്ഞൊരു ചെറിയ പ്രദേശത്ത് യുദ്ധമുണ്ടായി. എന്നാൽ 1971 വലിയ തിരിച്ചടിക്ക് ശേഷം പിന്നെ പാകിസ്ഥാൻ എപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യം ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. ഔദ്യോഗികമായൊരു യുദ്ധത്തിലും ആ സൈന്യം ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാകിസ്ഥാനാണ് എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രം. പാകിസ്ഥാൻ തന്നെയാണ് അത് ഫണ്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ട്രെയിനിങ് ക്യാമ്പുകളും ഉള്ളത്. അവിടുത്തെ പരിശീലന ക്യാമ്പുകൾ അവസാനിപ്പിക്കണം, അവിടുത്തെ ഭീകരരെ അമർച്ച ചെയ്യണം, ആ ഭീകരരെ പിടികൂടി ജയിലിലിടണം, അല്ലാത്ത പക്ഷം അത് ഇന്ത്യക്ക് കൈമാറണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഏറെക്കാലമായി ഇന്ത്യ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ ഇന്ത്യക്കൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനും സംശയമില്ല. ഇക്കാര്യം UN അടക്കമുള്ള പല ഫോറങ്ങളിലും ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളതാണ്, പല തവണ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഓരോ തരത്തിലുള്ള അലിഗേഷൻസും ഓരോ തരത്തിലുള്ള ഡിനയിലും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ സ്വയം മുഖം രക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അക്കാര്യത്തിലാണ് ഇന്നിപ്പം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഇതുമായി ബന്ധമില്ല എന്നുള്ള തള്ളിപ്പറച്ചിൽ കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല എന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്നുമാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത്. കണ്ടിന്യൂസ് ഡിനയിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള അലിഗേഷനുമാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിദേശകാര്യ വക്താവ് പറഞ്ഞത്, വീണ്ടും പല തരത്തിലുള്ള ആക്രമണങ്ങളും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് പ്ലാൻ ചെയ്യപ്പെടുന്നു എന്ന കാര്യത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഏപ്രിൽ 22-ാം തീയതി പെഹൽഗാമിലുണ്ടായ അറ്റാക്കിന് ശേഷം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകത്ത് വീണ്ടും ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം ആസൂത്രണം ചെയ്യാനുള്ള പദ്ധതികൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തിക്കൊണ്ടിരുന്നു. ആ നടത്തിക്കൊണ്ടിരുന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിശബ്ദമായിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യത്തിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ ഇനി ഭീകരാക്രമണത്തിന്റെ ഇരകളാകാൻ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ പറയുന്ന സ്ട്രൈക്ക് നടന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേണമെങ്കിൽ ഇന്ത്യക്ക് ധാരാളമായ സ്ട്രൈക്കുകൾ നടത്താമായിരുന്നു. സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വളരെ കരുതലോടുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാകിസ്ഥാനിലെ സാധാരണക്കാരനായ പൗരൻ പോലും കൊല്ലപ്പെടരുത് എന്ന നിർബന്ധത്തോടു കൂടിയാണ്, ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ ഈ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരുതൽ അത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കും, അതിനെ ബഹുമാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഭീകരവാദത്തിനെതിരാണ് അന്താരാഷ്ട്ര സമൂഹം, അമേരിക്ക അടക്കം, ചൈന അടക്കം, റഷ്യ അടക്കം ഏത് ലോകരാഷ്ട്രവും ഭീകരവാദത്തെ അതിശക്തമായി എതിർക്കുന്നുണ്ട്. വാർ ഓൺ ടെറർ എന്ന് പറയുന്നത്, ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മണ്ണ് ഭീകരവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമില്ല, ചൈനയ്ക്ക് സംശയമില്ല, മറ്റൊരു ലോകരാജ്യത്തിനും സംശയമില്ല, യൂറോപ്പിനും സംശയമില്ല. പല രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ള ടൈപ്പ് ഉപേക്ഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്ക വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന് ഡബിൾ സ്റ്റാൻഡേർഡാണ് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ എന്നാണ്. ഡബിൾ സ്റ്റാൻഡേർഡാണ്, 2 നിലപാടാണ്. ഒരേ സമയം അവർ ലോകത്ത് ഭീകരവാദത്തിനെതിരായിട്ട് സംസാരിക്കുകയും അവരുടെ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായുള്ള പരിശീലനത്തിന് വിട്ടു നൽകുകയും ചെയ്യുന്ന ഒരു സമീപനം പാകിസ്ഥാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പൂർണ്ണമായും പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈനയുമായി പാകിസ്ഥാനുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന ആയുധം ഇടപാടാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു വലിയ മാർക്കറ്റാണ്. കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. കേന്ദ്രങ്ങൾ, അതായത് ഭീകര കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ എന്നാണ്. അത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. നമ്മുടെ അതിർത്തിയോട് തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ഭീകര കേന്ദ്രങ്ങൾ അവർ കൂടുതലായി ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്കത് കണ്ടിരിക്കാനും സാധിക്കില്ല. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം.